അതായത് യഹൂദരും മുസ്ലിങ്ങളും തമ്മിലുള്ള മതപരമായിട്ടുള്ള പോരാട്ടം, അതും ജെറൂസലേമിന്റെ പേരിൽ. ഇരു കൂട്ടർക്കും ജെറൂസലേം എന്നാൽ ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. പശ്ചിമേഷ്യയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊടിയ യുദ്ധം, അതായത് ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് നടത്തുന്ന സൈനികപരമായിട്ടുള്ള നീക്കം, അത് കേവലം ഒരു യുദ്ധമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഈ യുദ്ധത്തിന് പിന്നിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പോരാട്ടങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 3 തരത്തിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കേവലം അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ പോരാട്ടം ലോകക്രമത്തിന്റെ നേതൃത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. രണ്ടാമത്തെ പോരാട്ടം എന്ന് പറയുന്നത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ വാർ ആണ്. മൂന്നാമത്തെ പോരാട്ടം എന്ന് പറയുന്നത് ജെറൂസലേമിനെ അടിസ്ഥാനമാക്കിയുള്ള അപകടകരമായ മതപരമായ പോരാട്ടമാണ്. അതായത് യഹൂദരും മുസ്ലിങ്ങളും തമ്മിലുള്ള മതപരമായിട്ടുള്ള പോരാട്ടം, അതും ജെറൂസലേമിന്റെ പേരിൽ. ഇരു കൂട്ടർക്കും ജെറൂസലേം എന്നാൽ ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നിലവിലെ ചോദ്യം എപ്പോഴാണ് യുദ്ധം അവസാനിക്കുക എന്നല്ല, മറിച്ച് ലോകശക്തി കേന്ദ്രങ്ങളുടെ ഭൂപടം മാറ്റിവരക്കുന്ന, ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിന്റെ തന്നെ ഭൂപടം പൂർണ്ണമായി മാറ്റുന്ന ഒരു ഘട്ടത്തിലാണോ നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സ്വാഭാവികമായിട്ടും ഉയർന്ന ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ ഇറാന്റെ വിധി മാത്രമല്ല, വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ രൂപവും നിശ്ചയിക്കുന്നതാവും യുദ്ധത്തിന്റെ വരും നാളുകൾ. നമ്മളെ പോലെ സാധാരണക്കാർക്ക് മുന്നിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ: ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്ക് കാഴ്ചക്കാരാവാം. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത്തരത്തിലാണ് ലോകത്തിന്റെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇറാന്റെ പ്രത്യാക്രമണം. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം എല്ലാം ഭാവനയ്ക്കും അപ്പുറമാണ്. എന്താണ്, എവിടെയാണ് ഇത് അവസാനിക്കുക എന്ന് പറയാൻ നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും സാധ്യമല്ല. ലോകക്രമം തന്നെ മാറാൻ പോവുകയാണ്. ഒരു പക്ഷേ ലോകക്രമം തന്നെ മാറിയേക്കാം. പല ഭൂപടങ്ങളെയും മാറ്റിവരക്കപ്പെട്ടേക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.